പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞായറാഴ്ച സന്ധ്യയോടെ തുടങ്ങിയ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥരും ഇറാൻ്റെയും അമേരിക്കയുടെയും ഉന്നത പ്രതിനിധികളും പുലരുവോളം ടെലിഫോണിലും മറ്റുമായി ചർച്ച നടത്തിയിട്ട് ഇലക്ട്രോണിക്കലി എഗ്രിമെൻ്റ് എന്ന രൂപത്തിൽ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കി രണ്ട് രാജ്യങ്ങൾക്ക് സമർപ്പിച്ചതിൽ ഇപ്പോൾ തട്ടി നിൽക്കുന്ന, മുടക്കമായി നിൽക്കുന്ന ഒരേ ഒരു ഘടകം, ഇറാൻ ശക്തമായി പറയുന്നത് ഈ വെടിനിർത്തലല്ല വേണ്ടത്, യുദ്ധവിരാമമാണ്. എന്നാൽ ഹോർമൂസ് തുറന്നു കൊടുക്കാവുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന മട്ടിൽ നിൽക്കുമ്പോൾ യുദ്ധവിരാമത്തിന് മുമ്പ് വെടിനിർത്തൽ നടത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ചൊവ്വാഴ്ച രാത്രി എന്നൊരു സമയമുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് അല്പം മുമ്പ് ഈ തിങ്കളാഴ്ച രാത്രി UAE സമയം ഏതാണ്ട് 9 മണിയാകുമ്പോൾ അമേരിക്കയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് തീർത്ത് കളയുമെന്നാണ്. എനർജി പ്ലാന്റുകളും പാലങ്ങളും തകർത്തെറിയും, നേതാക്കന്മാരെല്ലാം പിടിച്ചുകൊണ്ടുവരുമെന്ന് ഇസ്രായേൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു. എണ്ണ ഞങ്ങൾ എടുക്കും, അമേരിക്കൻ ജനതയ്ക്ക് വേണോ വേണ്ടോ എന്നുള്ള എനിക്ക് വിഷയമല്ല, പക്ഷേ എണ്ണ ഞങ്ങൾ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടും ട്രംപ് പറയുകയാണ്. ഇനി ഒരു അൾട്ടിമേറ്റം വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ട്രംപിൻ്റെ അങ്ങനത്തെ വാർത്താ സമ്മേളനമാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ മുൻകൈ എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഫീൽഡ് മാർഷൽ ആസിം മുനീർ മുൻകൈ എടുത്തുകൊണ്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫ്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി എന്നിവരെ നിരന്തരം ടെലിഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും വന്ന തീരുമാനമാണ് 45 ദിവസത്തേക്ക് ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അതേസമയം തന്നെ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കുന്നു. എന്നിട്ടൊരു 15-20 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നു എന്ന നിർദ്ദേശമാണ് കൊടുത്തത്. ഇത് കൊള്ളാവുന്നൊരു നിർദ്ദേശമാണെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്ക പറയുന്ന കാര്യങ്ങളോ മധ്യസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോ അവർ പറയുന്ന സമയത്തിനുള്ളിൽ റിവ്യൂ ചെയ്തിട്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് വിശ്വാസം പോരാ, അതുകൊണ്ട് സമയം വേണം എന്നുള്ള രൂപത്തിൽ ഇറാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്ന് പറയുകയും, വെടിനിർത്തലല്ല ആവശ്യം, സമ്പൂർണ്ണമായ യുദ്ധവിരാമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രവർത്തിക്കുന്ന ആളുകളല്ല മറുപക്ഷത്തുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളിങ്ങനെ പറയുന്നതെന്ന് അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നാണ് ഒടുവിൽ അറിയുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി കാനഡയുടെ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായിട്ട് സംസാരിച്ചതാണ് ഒടുവിൽ കിട്ടിയ മറ്റൊരു വിവരം. ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തണം എന്ന രൂപത്തിൽ സംസാരിക്കാനാകണം കാനഡയുമായി സംസാരിച്ചതെന്ന് ലോകം മനസ്സിലാക്കുന്നു. മാധ്യമങ്ങൾ അങ്ങനെയൊക്കെയുള്ള അനാലിസിസുമായിട്ട് വരികയാണ്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെങ്കിലും വിലയിരുത്തുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ ഇടപെടാൻ വരുന്ന ചില അധ്യാപകർ അല്ലെങ്കിൽ മറ്റുള്ളവർ, അതുപോലത്തെ ഒരു സാഹചര്യമല്ല ഇവിടെ. രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ഈഗോ, ഇത് ശമിപ്പിക്കാനും ഇല്ലാതാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. വിശ്വാസരാഹിത്യത്തിൻ്റെ മഹാസമുദ്രത്തിൽ വിശ്വാസം കൊണ്ടുള്ള പാലം നിർമ്മിക്കുക അസാധ്യമാണ് എന്ന രൂപത്തിലാണ് ചിലർ ഈ ന്യായങ്ങൾ തട്ടിപ്പോകുന്നതിൻ്റെ, തകർന്നു പോകുന്നതിൻ്റെ കാരണം വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത്. 2-3 കാര്യങ്ങൾ കൂടി മധ്യസ്ഥന്മാരുടെ പരിഗണനയിലാണ് എന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ ഏതു സാഹചര്യത്തിലും ആണവായുധങ്ങൾ മുന്നോട്ടുകൊണ്ട് പോകുന്നതിനെ നിർത്തണം, പകരമായിട്ട് ഉപരോധങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന സാഹചര്യം വരും. മാത്രമല്ല, എന്തൊക്കെയാണോ നഷ്ടങ്ങൾ പറ്റിയിരിക്കുന്നതും ഫ്രോസൺ ആയിട്ടുള്ള അസറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഒരു നഷ്ടപരിഹാരത്തിൻ്റെ സാധ്യതയിലേക്ക് പോകും. പിടിച്ചു വയ്ക്കപ്പെട്ട സ്വത്ത് എവിടെയെങ്കിലും ഇറാൻ്റെ പേരിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് കൊടുക്കും എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കടന്നു വരും എന്ന രൂപത്തിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ താൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഒരു രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഇല്ല എന്ന മട്ടിൽ ട്രംപ് വീണ്ടും തൻ്റെ ഭാഷയിൽ, അത് എടുത്തു പറയണം, മറ്റുള്ള പ്രയോഗിക്കുന്ന ഭാഷയല്ല ട്രംപിൻ്റെ ഭാഷ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകൾ ഇനിയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ല. ഒരുപാട് പേർ എന്തൊക്കെയാണ് ആ വാക്കുകളെന്ന് ചോദിച്ചു. പലയിടത്തും പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും പറയുന്നില്ല അദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ. അതിനെതിരെ റെഡ് ക്രോസ് എന്ന് വന്നിട്ട് പറയുന്നു, യുദ്ധമാണെങ്കിലും ഒരു പരസ്പര ബഹുമാനമുണ്ടാവണം വാക്കിലും പ്രവൃത്തിയിലും. ഇത് റെഡ് ക്രോസ് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്. ഇങ്ങനെ മാനിച്ചുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് ട്രംപ് ഇന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നൊരു കാര്യം കൂടി പറഞ്ഞത്, ഇതിനകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു മാധ്യമങ്ങളിൽ. വെടിനിർത്തൽ എന്നത് തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം എനിക്ക് മാത്രമാണ്.
അത് മറ്റാർക്കുമില്ല എന്നുകൂടി അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഒരു പ്രത്യേക തരത്തിലുള്ള പരിഹാസത്തിന് വിധേയമാക്കിക്കൊണ്ട് ചില പ്രമുഖ മാധ്യമങ്ങൾ തന്നെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ഇറാനിലും ഇസ്രയേലിലുമായി ഇന്നത്തെ ദിവസം ഈ ഏപ്രിൽ 6 കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഗ്യാസ് പ്ലാന്റുകളിൽ, അതൊന്ന് സൗത്ത് പാർസ് ഭാഗത്ത്, രണ്ടാമത്തേത് നോർത്ത് ഡോം എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ അറേബ്യൻ ഗൾഫിൻ്റെ ഭാഗമായി കിടക്കുന്ന കരഭാഗം കൂടിയാണ്. അവിടേക്കൊക്കെ ശക്തമായ ആക്രമണം നടത്തിയെന്നും അവിടുത്തെ ഗ്യാസ് പ്ലാന്റുകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഇറാനിലെ അസാലിയെ എന്ന ഭാഗത്തുള്ളൊരു വലിയ കെമിക്കൽ ഫാക്ടറി തകർത്തെന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് മേൽ ആക്രമണം നടത്തിയെന്നും 34 പേർ ഇറാനിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇസ്രയേലിൽ നിന്ന് സംഭവിച്ചത് ഒരു ഭാഗത്ത് ലെബനോനിൽ നിന്ന്, മറുഭാഗത്ത് ഇറാനിൽ നിന്ന്, പിന്നെ യമനിൽ നിന്ന്, ഇങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്നായി തുരുതുരെ മിസൈൽ വർഷം ഇന്ന് ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. സെൻട്രൽ ഇസ്രയേൽ, ടെൽ അവീവ്, ഹൈഫ, ഈ 3 സ്ഥലങ്ങളിലും ശക്തമായ ആക്രമണം നടക്കുകയും നിരവധി കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ പറയുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലി വംശജരായ 26,000 ആളുകൾ ഗവൺമെൻറ്റിൽ തങ്ങളുടെ നഷ്ടം ഫയൽ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും വരികയാണ്. അതിൽ 2,000 പേർ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ വീടുകൾ പോയി എന്നാണ്. അപ്പോൾ ആക്രമണത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത് ഇസ്രയേലിലും ചെറിയ രൂപത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നഷ്ടപരിഹാര കണക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊണ്ടുവരുന്നത്. 2,000 വീടുകൾ ഏതാണ്ട് സമ്പൂർണ്ണമായി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്ന രൂപത്തിലാണ് ഈ കണക്കുകൾ പറയുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇന്നുവരെ എത്ര പേർക്ക് ചെറുതും വലുതുമായ പരിക്ക് ഇസ്രയേലിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കണക്ക് നോക്കുമ്പോൾ അൽ ജസീറ പറയുന്നത് 7,142 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ്. അമേരിക്കയിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നൊരു മാധ്യമം AJ+ എന്ന് പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അവർ മനുഷ്യാവകാശങ്ങൾ, തുല്യത, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇങ്ങനെ അടഞ്ഞു കിടന്നാൽ ഗൾഫ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നൈട്രജൻ ചേരുന്ന രാസവളങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യൻ ഭാഗത്തേക്ക് എത്താതെ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഉൽപ്പാദന നാശത്തെക്കുറിച്ച് ലോകം ഇപ്പോഴേ മനസ്സിലാക്കണമെന്നാണ്. വിവിധ രാജ്യങ്ങൾ ഈ രാസവളം കിട്ടിയില്ലെങ്കിൽ ഭക്ഷ്യോൽപാദനം കുറയുമെന്നും അത് കയറ്റുമതിയെ ബാധിക്കുമെന്നും ഏഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് വിപണി യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മറക്കരുതെന്നും അവർ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ എണ്ണക്കപ്പൽ പോകുന്നതും സാധാരണ രൂപത്തിലുള്ള ഗ്യാസ് കൊണ്ടുപോകുന്നതും മാത്രമല്ല, ഈ രാസവളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അത് കൊണ്ടുപോകാൻ പറ്റാതെ വന്നാൽ ഉണ്ടാകാവുന്ന സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോഴേ പരിഗണിച്ചില്ലെങ്കിൽ കടുത്ത പട്ടിണിയിൽ ലോകം ഏതാനും മാസങ്ങൾക്കുള്ളിലായി പോകും എന്നാണ് AJ+ മുന്നറിയിപ്പായി നൽകുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് ഒരല്പം ഭൂമിശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് ഈ മേഖലയിൽ കഴിയുന്നവർക്ക് അറിയാമെങ്കിലും പുതിയ കുട്ടികൾ ആരെങ്കിലും ഇത് എന്നെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുന്നതാണ്. ഇറാൻ്റെ ഒരു മുൻ വിദേശകാര്യ മന്ത്രി, ആ സ്ഥാനത്തിരുന്ന പ്രബലമായ സ്വാധീനമുള്ള ഒരാൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം, ബാബൽ മന്ദബ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് കൂടി, ആ ഒരു ഉൾക്കടൽ ഭാഗം കൂടി ഇറാൻ അങ്ങ് അടയ്ക്കും. അതെങ്ങനെ ഇറാൻ അടയ്ക്കും? അതിരിക്കുന്നത് യമൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതെവിടെയാണ് ഇരിക്കുന്നത്? പരിശോധിച്ച് വരുമ്പോൾ ഇറാനുമായി ബന്ധമുള്ള ഹൂത്തി വിഭാഗക്കാർ അവിടെ ഇരുന്നുകൊണ്ട് അതുകൂടി അങ്ങ് അടച്ചാൽ 2 വശവും ബ്ലോക്കായി എണ്ണ ചലിക്കാത്തൊരു സാഹചര്യം വരുമെന്നാണ്. ഹോർമൂസ് കടലിടുക്കിനേക്കാൾ യൂറോപ്പിനെ ബാധിക്കുക, അമേരിക്കയുടെ സഞ്ചാരത്തിലേക്ക് ബാധിക്കുക ബാബൽ മന്ദബാണെന്ന് ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്കറിയാം. ഞങ്ങളൊരു ചെറിയ ഗ്രാഫ് ഇതിനകത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ ചേർന്ന് കിടക്കുന്ന ചെങ്കടൽ, റെഡ് സീ എല്ലാവർക്കും അറിയാമല്ലോ. റെഡ് സീയുടെ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ സൂയസ് കനാൽ, സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള സൂയസ് കനാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കനാൽ. ആ കനാൽ കടന്നാൽ പിന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കും. യൂറോപ്പിന് മൊത്തം എണ്ണയോ ഭക്ഷണങ്ങളോ ഒക്കെ കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ചെങ്കടൽ കടന്നാൽ ഇപ്പുറത്ത് കിടക്കുന്ന ഈജിപ്തിനെക്കുറിച്ച്, സുഡാനെക്കുറിച്ച്, എറിത്രിയയെക്കുറിച്ച്, ജിബൂട്ടിയെക്കുറിച്ച്
എത്യോപ്യയെക്കുറിച്ച്, എൻഡിൽ വരുന്ന സോമാലിയെക്കുറിച്ച്, അതെല്ലാം കൂടി ചേർന്ന് വരുന്നതിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ബാബൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക് വരുന്നത്. അതുകൂടി ക്ലോസ് ചെയ്താൽ ഈ കടലിടുക്കിലൂടെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊന്നും കപ്പലുകൾ നമ്മുടെ അറബിക്കടലിലേക്ക് വരികയില്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കപ്പലുകൾക്കാണെങ്കിൽ ഈജിപ്തിൻ്റെ അപ്പുറം പോയി സൂയസ് കനാലിലേക്ക് പോകാനോ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകാനോ ഈ ബാബൽ മന്ദബ് എന്ന് പറയുന്ന വാതിൽ തുറന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ രണ്ട് വശവും ബ്ലോക്കായി പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ ഗ്രാഫും മറ്റും സൂചിപ്പിക്കുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ പലരും പറഞ്ഞിരുന്ന കാര്യമല്ല. ഇപ്പോൾ യുദ്ധം ഇങ്ങനെ 38 ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായി വരുന്ന കാര്യങ്ങൾ. ഇറാൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ടെന്നും അത് ഉപയോഗിക്കില്ല, അതിന് നിർമ്മിക്കില്ല എന്നുള്ള കരാർ എഴുതിത്തരണമെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ആക്രമണം അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ചത്. മേഖലയ്ക്ക് മുഴുവനും ഇറാൻ ഉയർത്തുന്ന ഭീഷണി തടയാൻ വേണ്ടി ഇത് മാത്രമാണ് മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതെല്ലാം മറന്നിട്ട് ഹോർമൂസ് കടലിടുക്ക് പഴയതുപോലെ തുറന്നു കൊടുക്കുക എന്ന ആവശ്യം, ഒരൊറ്റ ആവശ്യം മാത്രമായി പരിമിതപ്പെട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധത്തെ നേരിടാൻ വേണ്ടി നോക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. ചൊവ്വാഴ്ച രാത്രി എന്നൊരു സമയമുണ്ട്, ആ സമയം പറഞ്ഞ് നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം. ചൊവ്വാഴ്ച രാത്രി EDT എന്ന് പറയുന്ന 8 മണിയാണ്. പിന്നെ ഒരു 8 മണിക്കൂറുകൂടി കൂട്ടണം UAE സമയം എത്താൻ. അതായത് ബുധനാഴ്ച വെളുപ്പിന് 4 മണി. ആ സമയത്തിനുള്ളിൽ ഒരു കരാറായില്ലെങ്കിൽ, ഇന്ത്യൻ സമയം നാട്ടിൽ വെളുപ്പിന് ബുധനാഴ്ച 5:30 മണി, അതിനു മുമ്പ് കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ, ഡിജിറ്റലി എങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ പിന്നൊരു രാത്രി കൊണ്ട്, അതായത് അമേരിക്കയുടെ ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കും എന്നാണ് ഈ ചൊവ്വാഴ്ച രാത്രിയെക്കുറിച്ച് പറയുന്നത്. ചൊവ്വാഴ്ചത്തെ അമേരിക്കൻ രാത്രി. ആ സാഹചര്യം എത്തുന്നതിന് മുമ്പ് അമേരിക്കയും ഇറാനും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യസ്ഥന്മാരും എല്ലാവരും ചേർന്ന് എന്തെങ്കിലും ഒരു സമീകൃത സമവാക്യം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനുമാണ് നമുക്കിഷ്ടം. ഇന്ന് രാവിലെ വന്ന സൂചനയിൽ വളരെ നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ലോകം മുന്നോട്ട് നീങ്ങുന്നത്. റോയിട്ടേഴ്സ് കൊണ്ടുവന്ന കാര്യം എല്ലാവർക്കും ആശ്വാസവും ആഹ്ലാദവും നൽകിയിരുന്നു. അതിനിയും മാറിപ്പോയിട്ടില്ല. ചെറിയ ചില കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് ചിലരുടെയൊക്കെ വാശിയിൽ പിടിച്ചു തൂങ്ങി ആ പ്രശ്നം ഇങ്ങനെ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു. നാളെ പുലരുമ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് UAEയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔപചാരികമായി പുറത്തുവിട്ടിരിക്കുന്ന ഇന്ന് UAEയുടെ സായുധ സേന ഇൻ്റർസെപ്റ്റ് ചെയ്ത ഡ്രോണുകളുടെയും മിസൈലുകളുടെയും കണക്കുകൂടി നമ്മളൊന്നറിയണം. ഡ്രോണുകൾ 19ആണ്, ക്രൂയിസ് മിസൈലുകൾ 2ആണ്, ബാലിസ്റ്റിക് മിസൈലുകൾ 12ആണ്. ഇത്രയും എണ്ണത്തിന് നിർവീര്യമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ 2210 ഡ്രോണുകൾ നിർവീര്യമാക്കി ഇതുവരെ ഈ 38 ദിവസത്തിനുള്ളിൽ. 26 ക്രൂയിസ് മിസൈലുകളും 519 ബാലിസ്റ്റിക് മിസൈലുകളും നിർവീര്യമാക്കി. 221 പേർക്കാണ് ഇതുവരെ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്ന കാര്യം കൂടി അറിയണം. മാത്രമല്ല, അബുദാബിയിൽ ഹബ്ഷാൻ പ്ലാന്റിൽ ആക്രമണമുണ്ടായി, അവിടെ അവശിഷ്ടങ്ങൾ വീണിട്ട് തീപിടുത്തമുണ്ടായി എന്ന റിപ്പോർട്ട് വന്നിരുന്നല്ലോ. അതിൻ്റെ അഡ്നോക് ഗ്യാസിൻ്റെ ചെയർമാൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ആ സപ്ലൈയിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല എന്നാണ്. ഒരാൾ മരണമടഞ്ഞു, ആ കുടുംബത്തോടുള്ള അനുശോചനം ചെയർമാൻ അറിയിക്കുകയും ചെയ്തു. ദൗർഭാഗ്യകരമായ സംഭവമായി പോയി എന്ന് പ്രതികരിക്കുകയും ചെയ്തു. അതല്ലാതെ പ്രവർത്തനത്തിന് അവിടെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞത് വലിയ ആശ്വാസമായി UAEയിൽ മാറിയിട്ടുണ്ട്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.